ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, മൻമോഹൻ സിംഗിനെ 4 ചീത്തയും പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ 4 ചീത്ത എന്നല്ല അദ്ദേഹം പറഞ്ഞു. അതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ RSS, യാതൊരു സംശയവും. അത് പണ്ട് അവരുടെ വോട്ടോട്ട് നിയമസഭയിലേക്ക് ജയിച്ചിട്ടുണ്ട് 77 കൂത്തുപറമ്പിൽ. അതിന്റെ നന്ദി ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് ഇതുവരെ മാറിയില്ല, അത് മാറുമില്ല. അപ്പൊ അതാണ് അവരുടെ നിലപാട്. യെച്ചൂരിയും നിലത്ത് നെഞ്ഞത്തടിച്ച് കരയുന്നുണ്ട്, വോട്ട് BJP-കാരൻ കൊണ്ടുപോയത്. ഗോവിന്ദ മാഷും പറയുന്നുണ്ട് വോട്ട് BJP-കാരൻ കൊണ്ടുപോയി. എന്നിട്ട് BJP-ക്ക് ആൾക്കാരെ ഉണ്ടാക്കാൻ നോക്കുക. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ മുരളീധരനോ കെ സുരേന്ദ്രനോ അല്ല, പറയുന്ന ആരാ? CPM-ന്റെ അടുത്ത് നിങ്ങളുടെ പഴയ സ്ഥാനാർത്ഥി V. ജോയിയാണ് പറയുന്നത് BJP ജയിക്കാൻ സാധ്യത. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോ രാഷ്ട്രീയ എതിരാളികൾ ഒന്നല്ല, 2 ഉണ്ട്. നമുക്ക് സ്ലിപ്പ് കൊടുക്കാൻ പോലും BJP-ക്ക് ആളില്ലാത്ത സ്ഥലത്ത് അവർക്ക് എങ്ങനെ വോട്ട് കിട്ടും? നമ്മളതൊക്കെ പരിശോധിക്കണ്ടേ? നമ്മളീ വെറുതെ നമ്മുടെ സ്ലിപ്പ് കൊടുക്കലും കണക്കാണ്. നമ്മളെ എവിടെ പോകുന്നത്, എവിടെയാ വീട് കയറാൻ പോകുന്നത്? ഒറ്റ ഏറാണ് പോസ്റ്റ്മാൻ കത്തെറിയുന്ന പോലെ. ഇനി അതൊക്കെ ഒന്ന് മാറണം. വീടുകളിൽ ചെല്ലുക, അവർ ചിലപ്പോൾ ചില വിമർശനങ്ങൾ പറയും, കേൾക്കുക. നിങ്ങളെ എന്നൊക്കെ നന്നാവണം എന്നൊക്കെ അവർ പറയും. ഞങ്ങൾ നന്നാവാൻ തീരുമാനിച്ചു, ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഒത്തൊരുമിച്ച് വന്നു. പിന്നെ ഈ അസംബ്ലി പാർലമെന്റൊക്കെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി നേരിട്ട് എന്ന് ചോദിച്ചാലും വോട്ട് കിട്ടും. പക്ഷേ എനിക്ക് ഈ അസംബ്ലിയിലും പാർലമെന്റിലും കാണാൻ കഴിഞ്ഞ ഒരു പ്രത്യേകത, ആദ്യം തന്നെ BJP-ക്കാർ വരും, ഷോ വർക്കാണ്. 15 പേര് കൂടി ഉണ്ടാവും, ഒരു നോട്ടീസൊക്കെ തന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ വീട്ടുകാർ വിചാരിക്കും ഇവർ കൊള്ളാലോ, മോശമില്ലല്ലോ ഈ പ്രദേശത്തൊക്കെ BJP-ക്കാർ. അത് കഴിയുമ്പോഴേക്കും മാർക്സിസ്റ്റുകാർ വരും, 15 പേരുണ്ടാവും. അതിന് CPM-ഓ മോശമില്ല, 15 പേര്. ഇത് രണ്ടും കഴിയുമ്പോഴാണ് നമ്മൾ വരിക, 2 or 3 പേര് കൂടി ഉണ്ടാവും. എന്താ കാരണം? ബൂത്തിന് കണക്ക് പറഞ്ഞ് പൈസ വാങ്ങും, ബൂത്തൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ കിട്ടിയ കാശ് കഴിയുന്നത് അവനവൻ്റെ കീശയിൽ തന്നെ പോകാൻ വേണ്ടി ചില വിദ്വാന്മാര് കൂടുതൽ ആൾക്കാരെ കൂട്ടില്ല. കാരണം 15 പേര് വന്നാൽ അവർക്ക് ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം. അപ്പൊ ഈ കിട്ടിയ കാശിന് അത്രയും ചെലവായിക്കില്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കീശയിൽ വെച്ച് 2 പേരെ വിളിക്കുക, അവർക്ക് വല്ല എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു, വല്ല മുട്ടായി വല്ലതും വാങ്ങിച്ചു കൊടുത്താൽ ഈ മനോഭാവം മാറണം. അത് ഞാൻ പറഞ്ഞു പഞ്ചായത്തിനല്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഇത് അസംബ്ലി പാർലമെന്റ്. അസംബ്ലിയൊക്കെ നല്ല ഷോ കാണിച്ച് ചെല്ലണം. നമ്മൾ മോശമില്ല, ഇവരൊക്കെ നന്നായി. ഏതായാലും സർക്കാർ ശരിയാവില്ല, പിണറായി ശരിയാവുന്നില്ല, അപ്പൊ ഇവർക്ക് 15 പേരുണ്ടത്, ഇവർക്ക് തന്നെ ചെയ്യാന്ന് പറഞ്ഞ് UDF-ന് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പിണറായിയുള്ള ദേഷ്യത്തിന് BJP-ക്ക് കൂട്ടി തീർന്നില്ലേ? 2 കണക്ക് തന്നെ.